ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2025 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാബ് 4 ആണ്, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ. 2023 2024 വളരെ എളുപ്പമായിരുന്നു ട്രിഗ്നോമെട്രി. അതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ എളുപ്പമാണ്. അത് നിങ്ങളുടെ ലാബ് ക്ലാസ്സുകൾ ചെയ്തതായിരിക്കും. അത് നമ്മുടെ മോഡലായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ലാബിൻ്റെ ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മക്കളെ. സോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ഒരു സ്നേഹം അറിയിക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ മക്കളെ, നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. കാരണം തിയറി ക്ലാസ്സുകളായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. മാത്സിലെ കിഡിലിനാക്കി എളുപ്പമാക്കി തരുന്നതായിരിക്കും കേട്ടോ മക്കളെ. അപ്പോൾ ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ, കൺസ്ട്രക്ട് ജിയോജിബ്ര ആപ്ലെറ്റ്. മക്കളെ, വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ കാര്യമാണ് തുടക്കം പറഞ്ഞിരിക്കുന്നത്. പ്ലോട്ട് ദ പോയിന്റ് ഒ എന്ന് പറഞ്ഞ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. എന്താണ് 0 ഈക്വൽ ടു O, 0 അല്ല, ഇത് O ആണ്, ഒറിജിൻ ആണ്. O ഈക്വൽ ടു 0 0. സോ അതുപോലെ പ്ലോട്ട് ചെയ്യാം. ക്യാപിറ്റൽ O അടിക്കുക. ക്യാപിറ്റൽ O ഈക്വൽ ടു ബ്രാക്കറ്റിൽ 0,0. ഓക്കെ, എൻ്റർ. അപ്പോൾ O എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ വന്നു. ഓക്കെ അല്ലേ മക്കളെ? യെസ്, O എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ വന്നു. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡ്രോ ദി യൂണിറ്റ് സർക്കിൾ സെൻറ്റേഡ് അറ്റ് ദി ഒറിജിൻ O എന്ന ഒറിജിൻ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കുക. അപ്പം നമുക്ക് യൂണിറ്റ് സർക്കിൾ വരയ്ക്കണമെങ്കിൽ മക്കളെ, നമ്മളിവിടെ സർക്കിൾ ടൂൾ എടുക്കുക. സർക്കിൾ വിത്ത് റേഡിയസ്, സെൻറ്റർ ആൻഡ് റേഡിയസ് കണ്ടല്ലോ, രണ്ടാമത്തെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒറിജിൻ ആണ് നമുക്ക് സെൻറ്റർ ആയിട്ട് വേണ്ടത്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും റേഡിയസ് എത്ര വേണം. അപ്പം നമുക്കറിയാം യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ 1 ആണ് റേഡിയസ്. അപ്പോൾ നമ്മൾ പറയണം ഒരു യൂണിറ്റ് ഉള്ള സർക്കിളാണ് വേണ്ടത്. അപ്പോൾ അവർ അതേപോലെ തന്നെ വരച്ച് തരും. ഓക്കെ, അടുത്തത് പ്ലോട്ട് ദ പോയിന്റ് A ഈക്വൽ ടു 1 0. ഓക്കെ, നമുക്ക് പ്ലോട്ട് ചെയ്യാം. A ഈക്വൽ ടു 1 0, ക്യാപിറ്റൽ A ഈക്വൽ ടു 1,0. ഓക്കെ, എയും പ്ലോട്ട് ചെയ്തു. നെക്സ്റ്റ്, ക്രിയേറ്റ് എ സ്ലൈഡർ A വിത്ത് മിനിമം 0 മാക്സിമം 2π, ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ്. സോ സ്ലൈഡർ ടൂൾ എടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. മിനിമം എത്രയാടാ? 0 മാക്സിമം 2π. മിനിമം 0 മാക്സിമം 2π, വെറും 2π എന്ന് അടിച്ചാൽ മതി. 2π, ഇൻക്രിമെൻറ്റ് 0.01 ആണോ? ഇല്ല, 0.1. ഓക്കെ, സ്ലൈഡറും ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ്? യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് P ഈക്വൽ ടു റൊട്ടേറ്റ് A, ക്യാപിറ്റൽ A, O. O ആണ്, 0 എന്ന് അടിച്ചു വരുമ്പോൾ ചിലർക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. P ഈക്വൽ ടു റൊട്ടേറ്റ്, ക്യാപിറ്റൽ P ഈക്വൽ ടു റൊട്ടേറ്റ്, ROT അടിക്കുമ്പോൾ തന്നെ അവിടെ വന്നു കഴിഞ്ഞു മക്കളെ. ഓക്കെ, അതിനകത്ത് രണ്ടാമത്തെ ചൂസ് ചെയ്യുക. റൊട്ടേറ്റ് എന്താണ് വേണ്ടത്? ക്യാപിറ്റൽ A, സ്മോൾ ലെറ്റർ A, ടാബ് അടിക്കുക. അപ്പോൾ അടുത്ത് സെലക്ട് ആയിക്കോളും. O ആണ് കേട്ടോ, അല്ലാതെ 0 എന്ന് അടിക്കില്ല. O എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റ്. O സെൻറ്റർ ആക്കിയിട്ടുള്ള അതാണ് നമ്മുടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റർ അടിക്കുക, അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ അവർ പറയും എറർ എന്ന് പറഞ്ഞ് കാണിക്കും. അത് കാണിച്ചു. പ്ലോട്ട് ദ പോയിന്റ് P ഓൺ ദി സർക്കിൾ. P എന്ന് പ്ലോട്ട് ചെയ്യുക ഇവിടെ സർക്കിളിൽ. അത് P എന്ന് ഓൾറെഡി വന്നു. ഓക്കെ, ജോയിൻ O ആൻഡ് P യൂസിങ് ലൈൻ സെഗ്മെന്റ്. അപ്പം ലൈൻ സെഗ്മെന്റ് ടൂൾ ഇവിടെ മുകളിൽ നിന്ന് എടുക്കുക. എന്നിട്ട് Oയും Pയും കൂടെ അങ്ങ് വരയ്ക്കുക. ഇത്രയുള്ള പരിപാടി. Oയും Pയും മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദി സ്ലൈഡർ എക്ക് വേണ്ടി ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. ഇതിങ്ങനെ നീക്കുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാം കണ്ടോ. എക്ക് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, A എന്ന് ടൈപ്പ് ചെയ്യുക. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതാണ്? A തന്നെയാണ്. ഓക്കെ കൊടുക്കുക. ഇത്രയും പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, കഴിഞ്ഞു. മക്കൾ, ഒരു കാര്യം കൂടെ ചെയ്യുക. ഈ Pയുടെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ കോർഡിനേറ്റ്സ് ഒന്ന് കാണിച്ചേക്കുക കേട്ടോ. കാരണം അതാണ് നമ്മുടെ സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂസ്. ഓക്കെ, നെയിം ആൻഡ് വാല്യൂ കൊടുക്കുമ്പോൾ ഓക്കെ വന്നു കഴിഞ്ഞു. മക്കൾ, ഇവിടം വരെ എല്ലാ ട്രിഗ്നോമെട്രിയുടെ ലാബിലും തുടക്കം ചെയ്യേണ്ട പരിപാടി ഇതാണ്. ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ഏത് ലാബ് ആയിക്കോട്ടെ, ഏത് വർഷം ആയിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, തുടക്കം ചെയ്യേണ്ട ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി ഇതാണ്. ഇത് ചെയ്ത് ഇവിടം വരെ P വരെ ചെയ്തിട്ടിരിക്കണം. നിങ്ങളുടെ ഈ ഫൈനൽ എക്സാമിനും ഇതുപോലെ തന്നെ ചെയ്ത് തുടക്കം ഇട്ടിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് എന്തെഴുതണം? ആപ്ലെറ്റ് ക്രിയേറ്റഡ്. എന്നിട്ട് സാറിനെ വിളിച്ച് കാണിക്കുക, സാറേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അവിടെ വരെ ഓക്കെ. ഇനി ബാക്കി എന്താണ്? രണ്ടാമത്തെ, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് sin 3.8 യൂസിങ് ദിസ് ആപ്ലെറ്റ്. മക്കളെ, 2023 2024 ക്ലാസ്സുകൾ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വന്നിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. മക്കളെ, എൻ്റെ 2023 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾ കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത്രയും ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അതൊന്നുകൂടെ ഞാൻ പറയുവാണ് മക്കളെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കയറണം. ഫസ്റ്റത്തത് ഇതെപ്പോഴും കോസ് ആണ്, കോസ് വാല്യൂ. സെക്കൻഡ് എപ്പോഴും എന്താണ്, സൈൻ ആണ്, സൈൻ വാല്യൂ. ഫസ്റ്റത്തത് കോസ്, രണ്ടാമത്തെ സൈൻ. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു കിടക്കേണ്ട സംഭവമാണ്. മിക്കവരുടെയും മനസ്സിൽ ഒരു ചാഞ്ചാട്ടം വരും, ഫസ്റ്റത്തെ സൈൻ ആയാലോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഫസ്റ്റത്തെ കോസ്, രണ്ടാമത്തെ സൈൻ, എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ കോസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ് കൊടുത്തിരിക്കുന്നത്. കോസ് 1 എത്രയാണ്, 0.54. ഓക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ 1 ആണ് കൊടുത്തിരിക്കണല്ലോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കോസ് 1ന്റെ വാല്യൂ ആണ് ഇവിടെ എത്രയാണ്, 0.54. സൈൻ 1ന്റെ വാല്യൂ ആണ് 0.84 എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ് മക്കളെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സൈൻ 3.8ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എടാ സൈൻ 3.8 എന്ത് എളുപ്പമാടാ. ഇവിടെ ചുമ്മാ എക്ക് പകരം 3.8 അങ്ങ് അടിച്ചു കൊടുക്കുക. 3.8 എൻ്റർ കൊടുക്കുക. വന്നു. ഇവിടെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നോക്കാം, റൈറ്റ് സൈഡിൽ. ഓക്കെ, പി ഇവിടെ ഉണ്ട്. ഇനി ഇത് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു വെച്ചാൽ കുറച്ചുകൂടെ വൃത്തിക്ക് കാണാം. സൈൻ 3.8 കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എഴുതറാ, സൈൻ 3.8 ഏത് വരും, സൈൻ വാല്യൂ ഇതല്ലേ. യെസ്, അപ്പോൾ നമുക്ക് എഴുതാം. ഇവിടെ മെത്തേഡൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ നോക്കട്ടെ. റൈറ്റ് ദ മെത്തേഡ്. മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെത്തേഡ് എഴുതാം. മെത്തേഡ് എന്താ എഴുതാം നമുക്ക്, നമ്മളിപ്പോൾ എന്താ ചെയ്തത്, എ ഇസ് ഈക്വൽ ടു പുട്ട് എക്ക് പകരം നമ്മൾ 3.8 ഇട്ടു. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയാണ് വൈ കോർഡിനേറ്റ് ഓഫ്, എക്സ് കോർഡിനേറ്റ് ആണ് കോസ്, വൈ കോർഡിനേറ്റ് ആണ് സൈൻ. എക്സ് കോർഡിനേറ്റ് ഓഫ്, സോറി എക്സ് അല്ലല്ലോ, വൈ കോർഡിനേറ്റ് ഓഫ് സൈൻ അല്ലേ, വൈ കോർഡിനേറ്റ് ഓഫ് പി ഈസ് ആൻസർ, അല്ലെങ്കിൽ ഈസ് സൈൻ എക്സ്. വൈ കോർഡിനേറ്റ് ഓഫ് പി ആണ് സൈൻ എക്സ്. നമുക്കറിയാം, സാറിനറിയാം, എല്ലാവർക്കും അറിയാം, പക്ഷെ എഴുതി വെക്കുക. ഇതിന് എഴുതി വെക്കാം therefore സൈൻ 3.8. സൈൻ 3.8 എത്രയാടാ, ഞാൻ വട്ടം വരച്ചിരിക്കുന്നത് എത്രയാണ്, -0.61 എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേടാ മക്കളെ, -0.61. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത എന്താണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഓക്കെ, -0.61. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ ചെയ്യാനാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ -5.4. മക്കളെ ഇത് ഇത്തവണ ചോദിക്കാൻ ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സൈൻ -5.4 അല്ലെങ്കിൽ കോസ് -5.4 കണ്ടുപിടിക്കുക. സ്ലൈഡർ വാല്യൂ ചേഞ്ച് ചെയ്യില്ല, കാരണം നമ്മൾ 0 തൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് വേണമെങ്കിൽ 0ക്ക് മുമ്പിലേക്ക് പോകണം, പക്ഷേ ഇവിടെ 0 മാറ്റരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈൻ 5.4 കണ്ടുപിടിക്കാൻ മക്കളെ, -5.4 കണ്ടുപിടിക്കാൻ എൻ്റെ എല്ലാ മക്കൾക്കും അറിയായിരിക്കും. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ എൻ്റെ മക്കളാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും അല്ലേടാ മക്കളെ. യെസ്, അത് നിങ്ങളുടെ മനസ്സിൽ വരണം. വൈവാ ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ് ചോദിക്കുന്നത് കേട്ടല്ലോ. കാരണം ഓക്കെ, സൈൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് അങ്ങ് പുറത്തേക്ക് എടുക്കുക, -sin x. കോസിനകത്ത് നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കണ്ട, നെഗറ്റീവ് പോവും, കോസ് എക്സ്. ടാനിനകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് അങ്ങ് പുറത്തേക്ക് എടുക്കാം, -tan x. ഇത് മൂന്നും പഠിച്ചു വെച്ചോളാം, വൈവാ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. സൈൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം, കോസിനകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് പോകും, ടാനിനകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൈൻ -5.4 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മളിവിടെ -5.4 അടിച്ചാൽ വരത്തില്ല, നമ്മളിവിടെ 5.4 അടിക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്രയാടാ, ഇവിടെ നോക്കിയാൽ -0.77. ഇവിടെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നോക്കാം കേട്ടോ, -0.77. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ട ഇത്രയുള്ള മക്കളെ. നമുക്കിവിടെ മെത്തേഡൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല അല്ലേ, മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഫൈൻഡ് റൈറ്റ് ദ മെത്തേഡ്. ഓക്കെ, മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതാം മക്കളെ, നോക്കിക്കോണേ. സൈൻ നമ്മൾ പഠിച്ചു കൊടുത്ത സൈൻ 5.4 ഇപ്പോൾ കിട്ടി, എത്രയാണ്, -0.77. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എന്താണ്, സൈൻ്റെ അകത്ത് നെഗറ്റീവ് വന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ -5.4 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സൈൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം, -sin 5.4 എന്ന് എഴുതാം അല്ലേടാ. യെസ്, അങ്ങനെയാണ് -sin
5.4 എത്രയാണ്? -0.77. ആ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആകും. സോ 0.77 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. സാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട വൈവ ചോദിക്കണം എങ്ങനെയാണ്? സൈൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ എന്താണ് മക്കളെ പറയണം? -sin x. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്ര എഴുതി വെച്ചാൽ മതി. ഇതാണ് ഈ മെത്തേഡ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം എഴുതുന്നതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് കൊസീക് 2.8. മക്കളെ ഇതാണ് ഞാൻ പറഞ്ഞത്, പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു മക്കളെ, ശ്രദ്ധിക്കണേ, വേണ്ടവർക്ക് എഴുതിയെടുക്കാം. പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് കോസ് എക്സ്, വൈ കോർഡിനേറ്റ് ആണ് സൈൻ എക്സ്. ഓക്കെ അല്ലേ? ഓക്കെ കാര്യമല്ലേ? എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് പി ആണ്. എക്സ് ഓഫ് പി എന്ന് പറഞ്ഞാൽ പിയുടെ എക്സ് കോർഡിനേറ്റ് എന്താടാ? കോസ് എക്സ്. വൈ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ വൈ ഓഫ് പി ആണ് സൈൻ എക്സ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മൾ പറഞ്ഞ പോലെ ഇത് എക്സ് കോർഡിനേറ്റും ഇത് വൈ കോർഡിനേറ്റും ആണല്ലോ. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കാം. നിങ്ങളോട് ടാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ടാൻ ചോദിച്ചെന്നിരിക്കട്ടെ, ടാൻ എക്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സൈൻ ബൈ കോസ് ആണ് ടാൻ അല്ലേ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ. അപ്പം നിങ്ങൾ കൊടുക്കേണ്ട കോഡ് എന്താണ്? നിങ്ങൾ തന്നെ പറ. സൈൻ ബൈ കോസ് അല്ലേ? സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഓഫ് പി. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട കോഡ് വൈ ഓഫ് പി ബൈ കോസ് എന്താടാ? എക്സ് ഓഫ് പി. ഇത് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ മക്കളെ? ഇനി നിങ്ങളോട് കൊസീക്കാണ് ചോദിക്കണമെങ്കിൽ മക്കളെ നോക്കിക്കോണേ, കൊസീക്കാണ് നമുക്ക് വേണ്ടതെന്നിരിക്കട്ടെ. നമുക്കറിയാം കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin x ആണ് കൊസീക്ക്. ഇതൊക്കെ ബേസിക് സംഭവം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പരിപാടി അല്ലേ? 1/sin x. 1/sin എന്ന് പറഞ്ഞാൽ എന്താടാ? വൈ ഓഫ് പി അല്ലേ? 1/y ഓഫ് പി ആണ് നമുക്ക് വേണ്ട കോഡ്. ഇത് ഇൻപുട്ടിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി കൊസീക്കിന് പകരം നമുക്ക് സീക്ക് ചോദിച്ചാൽ നമുക്ക് എല്ലാ ഈ എക്സും വൈയും വെച്ച് എഴുതാടാ. സീക്ക് എക്സ് ആണ് ചോദിക്കണേ. നമുക്കറിയാം 1/cos ആണ് സീക്ക് അല്ലേടാ? 1/cos എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നോക്കിയേ, 1/cos എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് പി. അപ്പോൾ എക്സ് ഓഫ് പി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണ് അടുത്തത് മക്കളെ, വേണ്ടവർ വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കുക കേട്ടോ. കോട്ടാണ് വേണ്ടതെങ്കിൽ, കോട്ടെക്സ് ആണ് വേണ്ടതെങ്കിൽ, കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ബൈ സൈൻ ആണ്. കോസ് എക്സ് ബൈ സൈൻ എക്സ്. സോ കോസ് എക്സിന് എന്താണ് കോഡ്? എക്സ് ഓഫ് പി. സൈൻ എക്സിന് എന്താണ് കോഡ്? വൈ ഓഫ് പി. സോ എക്സ് ഓഫ് പി ബൈ വൈ ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ കോട്ടെക്സ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ബാക്കിയുള്ള എല്ലാ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെയും കോഡുകൾ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൊസീക്കിന് ആണ് നമ്മൾ ചോദിച്ചത്, കൊസീക്ക്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊസീക്ക് കിട്ടണമെങ്കിൽ മക്കളെ, കൊസീക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നെ പറയാവുന്ന കാര്യമാണ്. കൊസീക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൊസീക്ക് 2.8 അല്ലേ നമുക്ക് വേണ്ടത് അല്ലേടാ? കൊസീക്ക് 2.8. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, കൊസീക്ക് 2.8 കിട്ടണമെങ്കിൽ ഞാനിവിടെ 2.8 ഡയറക്റ്റ് അടിച്ചു കൊടുക്കുന്നു. 2.8. ഓക്കെ, ഇപ്പോൾ ദേ ഇവിടെ സൈൻ്റെ കോസിൻ്റെ ഒക്കെ വാല്യൂ വന്നിട്ടുണ്ടേ. പക്ഷേ എനിക്ക് വേണ്ടതാണ് കൊസീക്ക് 2.8 ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എഴുതി വെക്കണം. ഇപ്പോൾ നമുക്ക് കിട്ടിയ അതെ കൊസീക്ക് 2.8 ആണ് എനിക്ക് വേണ്ടത്. കൊസീക്ക് 2.8 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 1/sin 2.8 കണ്ടുപിടിച്ചാൽ മതി അല്ലേ? 1/sin അല്ലേ കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 1/sin എന്ന് പറഞ്ഞാൽ എന്താടാ? ഇവിടെ ഏത് കോർഡിനേറ്റ് ആണ്? എക്സ് ആണോ വൈ ആണോ? വൈ അല്ലേ? അപ്പോൾ ഇവിടെ 1/y ഓഫ് പി കണ്ടുപിടിച്ചാൽ പോരെ? യെസ്. അപ്പോൾ നമ്മളിവിടെ വെറുതെ 1/y ഓഫ് പി എന്ന് താഴത്ത് അടിച്ചു കൊടുത്താൽ ആൻസർ കിട്ടും. എന്താണ്? 1/y ഓഫ് ക്യാപിറ്റൽ പി അടിക്കണേ. കാരണം ഇവിടെ ക്യാപിറ്റൽ പി ആണ് കൊടുത്തിരിക്കണമെങ്കിൽ ക്യാപിറ്റൽ പി അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ മക്കളെ അവിടെ ആൻസർ വരുന്നത് എന്താണ്? അതാണ് നമ്മുടെ കൊസീക്കിൻ്റെ വാല്യൂ. ഇത് നോക്കൂ, 2.99 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ എഴുതി വെക്കാം 2.99. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അവർ നമുക്ക് ഓൾറെഡി കോഡ് തന്നിട്ടുണ്ട്, ദേ ക്ലൂ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടല്ലോടാ, ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്കറിയാം കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/y ഓഫ് പി ആണ്. അപ്പോൾ വേണ്ടത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല, കാണാതെ അങ്ങ് പഠിച്ചോളുക. ഇപ്പോഴേ മനപ്പാടമാക്കിക്കൊള്ളുക, കാണാതെ എല്ലാം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എന്താണ്? 2.99 ആണ് നമ്മുടെ കൊസീക്കിൻ്റെ വാല്യൂ. അപ്പോൾ കൊസീക്ക് 2.8 എത്രയാടാ? 2.99. സിമ്പിളായിട്ട് കിട്ടി. ഇത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടാൻ 2.8 കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? ടാൻ 2.8 എന്ത് ചെയ്യണം? നമ്മൾ ഈ താഴത്തെ എന്തടിച്ചു കൊടുക്കണം? നിങ്ങൾ തന്നെ പറ. ടാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ്. സൈനിന്റെ കോഡ് വൈ ഓഫ് പി, കോസിന്റെ കോഡ് എക്സ് ഓഫ് പി. അത് അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. കാണിച്ചു തരാം. വൈ ഓഫ് പി ബൈ എക്സ് ഓഫ് പി, എക്സ് ഓഫ് ക്യാപിറ്റൽ പി. എൻ്റർ അടിക്കുമ്പോൾ കിട്ടും -0.36. അതാണ് ടാൻ 2.8. ക്ലിയർ അല്ലേടാ മക്കളെ? ഇത്രയുള്ള പരിപാടി ഇത് എഴുതി വെച്ചാൽ മതി, നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, കണ്ട -0.36. ഇങ്ങനെ വേണം ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ 2.8 ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു. സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ പറഞ്ഞ ഒരു ചേഞ്ച് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇത്തവണ, കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച്. എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ ദി ഗ്രാഫ് ഓഫ് 2 cos x? 2 cos x-ന്റെ പോയിന്റ് എങ്ങനെയായിരിക്കും? താഴെ തന്നിരിക്കുന്ന ഏതായിരിക്കും എന്നാണ് ചോദിച്ചത്. അത് മനസ്സിലാക്കണമെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. കൂടുതലായിട്ടൊന്നുമില്ല മക്കളെ. ഇവിടെ നോക്കിക്കോ, നമ്മുടെ സൈൻ്റെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ സൈൻ എക്സിനെ എഴുതുവാണെങ്കിൽ, പോയിന്റ് ഗ്രാഫിലെ പോയിന്റ് എഴുതുന്നത് എപ്പോഴും നോക്കിക്കോണം. എക്സും വൈയും കോർഡിനേറ്റ് വെച്ചാണല്ലോ പോയിന്റ് എഴുതുന്നത്. ഇത് എ എന്ന് പറയുന്നത് സ്ലൈഡർ വാല്യൂ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എ സൈൻ എന്ന് പറഞ്ഞതാണ് വൈ ഓഫ് പി. എ വൈ ഓഫ് പി എന്നാണ് സൈൻ എക്സ്. അപ്പോൾ കോസോ എ എക്സ് ഓഫ് പി. അപ്പോൾ ടാനോ എ പറഞ്ഞോ വൈ ഓഫ് പി ബൈ എക്സ് ഓഫ് പി. എടാ ഇവിടെ എഴുതേണ്ടത് നമ്മളിപ്പോൾ പഠിച്ച കോഡില്ലേ, എല്ലായിടത്തും എ തന്നെയായിരിക്കും. ഇപ്പുറത്തെ ആണ് നമ്മൾ പഠിച്ചപ്പോൾ കോഡ്. കൊസീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം. കൊസീക്ക് എന്ത് വരും? കൊസീക്ക് എക്സിനെ നമ്മൾ എങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതുന്നത്? എ പറഞ്ഞോ 1/sin അല്ലേ? 1/sin കോഡ് വൈ ഓഫ് പി. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പൊ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2 cos x-നെ എങ്ങനെയാണ് പോയിന്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യേണ്ടത്? അപ്പൊ നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് നോക്കിയേ, എ cos x ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഓഫ് പി എന്ന് എഴുതും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോസ് ആണോ? അല്ല, 2 cos x. അപ്പൊ ഇതിൻ്റെ ഇവിടെ 2 ചേർക്കുക. 2 x ഓഫ് പി. ഏതാണ് ഓപ്ഷൻ? 2 x ഓഫ് പി. എ പാർട്ടാണ് ഓപ്ഷൻ. കണ്ടല്ലോ, എ 2 x ഓഫ് പി ആണ് നമ്മുടെ ഫസ്റ്റത്തെ ആൻസർ, ഓപ്ഷൻ. അപ്പൊ ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഈ തന്നിരിക്കുന്ന പ്ലോട്ട് ചെയ്ത് നമ്മുടെ, അതാണ് ഞാൻ പറഞ്ഞൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ. കണ്ടല്ലോ, ഈ പോയിന്റ് പ്ലോട്ട് ചെയ്ത് ട്രേസ് കണ്ടുപിടിക്കുക. മക്കളെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ 10 മാർക്ക്, 2025 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. കണ്ടല്ലോ, 2, 4, 6, 8, 2, 4, 6, 8 മക്കളെ, ഇതിനും കൂടെ ഉണ്ട് 2 മാർക്ക്. ഇതിനും കൂടെ മാർക്കുണ്ട്. അതിന്റെ മാർക്ക് അവിടെ പ്ലോട്ട് ചെയ്തിട്ടില്ല. ഇവിടെ 2 മാർക്കുണ്ട്, അതിന് മാർക്ക് അവിടെ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ടോട്ടൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 2025 ഉണ്ടാ മക്കളെ. ഓക്കെ, 2025 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് 8 മാർക്കിനുള്ള എഴുതിയാൽ മതി. പക്ഷേ 10 മാർക്കിൻ്റെ എഴുതിയാലും 8 മാർക്കിനുള്ളത് അവരെടുക്കത്തുള്ളൂ. ഒരു ലാബിന് 8 മാർക്കേ ഉള്ളൂ. പക്ഷേ മാക്സിമം 10 മാർക്കുണ്ട്. 2 മാർക്ക് എക്സ്ട്രാ ആണ്. 2025 കേട്ടോ. അടുത്ത വർഷം എന്താവും അറിയത്തില്ല. അതുകൊണ്ട് 2025 ഞാൻ പറയുന്നത്. കാരണം ഈ വീഡിയോ ചിലപ്പോൾ അടുത്ത വർഷം കാണുന്ന കുട്ടികൾ വിചാരിക്കും എല്ലാ വർഷവും ഉണ്ടെന്ന്. അപ്പോൾ 2025 ഇങ്ങനെയാണ്. 2026 മാറ്റം വരുമ്പോൾ അപ്പോൾ അറിയിക്കും. അപ്പോൾ ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു, പക്ഷേ ഇത് പഠിച്ചു വെക്കണം മക്കൾ. ഇത് പഠിച്ചു വലിയ പാടൊന്നുമില്ല. 2 cos x പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കണ്ടല്ലോടാ, എ 2 x ഓഫ് പി ഇത് അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടി നിങ്ങൾ ഇവിടുത്തെ വ്യൂ എടുക്കുക. കാരണം ഇവിടെ പ്ലോട്ട് ചെയ്യാനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഗ്രാഫിക് 2 കൊണ്ട് പ്ലോട്ട് ചെയ്യാനായിരിക്കും. എല്ലാ ടീച്ചർമാർക്കും ഇഷ്ടം അത് തന്നെ കേട്ടോ. അപ്പോൾ വ്യൂ എടുക്കുക. വ്യൂവിനകത്ത് ഗ്രാഫിക്സ് 2 കണ്ടല്ലോ. ഓക്കെ, ഗ്രാഫിക്സ് 2 സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തൊരു ഗ്രാഫിക്സ് വന്നു. അതിങ്ങോട്ട് വലിച്ചിങ്ങോട്ട് നീക്കാം. അതിൻ്റെ അവിടെ കൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിച്ചിങ്ങോട്ട് നീക്കാം. ഓക്കെ, ഇവിടെ ട്രേസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പുതിയൊരു മോഡലാണ്. ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യണം. എന്താണ്? എ 2 x ഓഫ് പി. അത് അതേപോലെ നോക്കി ടൈപ്പ് ചെയ്തേ. അപ്പോൾ ഇവിടെ താഴത്ത് നമ്മൾ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക്സ് 2 കൊണ്ട് ക്ലിക്ക് ചെയ്യുക. താഴത്ത് ഇൻപുട്ട് ബോക്സിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് എ 2 x ഓഫ് പി, എക്സ് ഓഫ് ക്യാപിറ്റൽ പി എന്ന് അടിക്കുമ്പോൾ അവിടെ പോയിന്റ് വന്നു കഴിഞ്ഞു. കണ്ടല്ലോ മക്കളെ, പോയിന്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഈ പോയിന്റ് ചിലവരുടെ വരത്തില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ സ്ലൈഡറില്ലേ, കാണിച്ചു തരാം. ചിലവർക്ക് പോയിന്റ് വന്ന് കാണത്തില്ല. അപ്പോൾ അവർക്ക് ടെൻഷൻ അടിക്കും. ഇത് കിട്ടണില്ലല്ലോ. അതെന്താ അറിയുമോ? ഈ സ്ലൈഡർ ഇത് ഇങ്ങനെ എവിടെയെങ്കിലും പോയി കിടക്കുമായിരിക്കും. ഈ സ്ലൈഡർ എങ്ങോട്ട് ഇങ്ങനെ നീക്കി നോക്കുക. അപ്പോൾ അത് നമ്മുടെ പോയിന്റ് ഇങ്ങനെ കാണാം കേട്ടോ. കണ്ടല്ലോ നീങ്ങുന്നത്. ഓക്കെ,
ഇനി എന്താ പറയുന്നത്, ഇത് ട്രേസ് ചെയ്യുക, അതെ ട്രേസ് ഇറ്റ് ആൻഡ് ഡ്രോ ദി ഗ്രാഫ് ഓഫ് 2 cos x. ട്രേസ് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് ട്രേസ് ചെയ്യേണ്ടത് പറഞ്ഞു തരാം. നമ്മുടെ ഈ പോയിന്റ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അവിടെ തന്നെയുണ്ട് ട്രേസ് ഓൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ലൈഡറിൽ കൊണ്ടുവന്ന് മക്കളെ പോയിന്റിൽ കൊണ്ടുവന്ന് ട്രേസ് ഓൺ ചെയ്യുക. ട്രേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വഴി ഓൺ ചെയ്തു. അതിനുശേഷം ഈ സ്ലൈഡറിൽ കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആനിമേഷൻ ഓൺ കൊടുക്കുമ്പോൾ അതിങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ദേ ഇങ്ങനെ പോയി കറങ്ങി കളിച്ചോളും. ഇത് സാറിനെ വിളിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കോളും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തവണ ഈ ട്രേസും കൂടെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് മക്കളെ. അതുകൊണ്ട് അറിയാമയെന്ന് പറയരുത്, പഠിച്ചു വെച്ചോണം കേട്ടോ. അറിയാമയെന്ന് ഒരാളും പറയില്ല മക്കളെ, വളരെ എളുപ്പമാണ്, പഠിച്ചു വെച്ചോണം. ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ പുതിയ കൺസെപ്റ്റ് ആയിരിക്കും ചിലവർക്ക്, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇതാണ് ട്രിഗ്നോമെട്രിയുടെ 2025 മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. മക്കളെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ എളുപ്പം ആണ് എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ലാബോട്ട് കാണുന്നവരേക്കും ബൈ.